وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഒന്നാമതായി ലിൽ മലായികതി ദീർഘിപ്പിക്കേണ്ട പദമാണിത്. അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഈ ദീർഘത്തിന് പറയാറുള്ളത്. ഫസജദൂ ഇല്ലാ ഇബ്ലീസ്, അവിടെയും ദീർഘത്തിന്റെ 2 സ്ഥലങ്ങളുണ്ട്. അൽ മദ്ദുൽ മുൻഫസിൽ എന്നാണ് ഇരു ദീർഘങ്ങൾക്കും പറയാറുള്ളത്. വകാന മിനൽ കാഫിരീൻ, അവിടെ നിർത്തുകയാണെങ്കിൽ അൽ മദ്ദുൽ ആരിദ് സുക്കൂനാണ്. മുമ്പ് നാം പഠിച്ചതുപോലെ 2, 4, 6 ഖദ്ർ നീട്ടാൻ പറ്റുന്ന ദീർഘമാണ്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. وَإِذْ قُلْنَا لِلْمَلَائِكَةِ اسْجُدُوا لِآدَمَ فَسَجَدُوا إِلَّا إِبْلِيسَ أَبَى وَاسْتَكْبَرَ وَكَانَ مِنَ الْكَافِرِينَ. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 34-ാമത്തെ ആയത്താണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലിആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ അബാ വസ്തക്ബറ വകാന മിനൽ കാഫിരീൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ വഇദ് ഖുൽനാ, നാം പറഞ്ഞ സന്ദർഭം, ലിൽ മലായികത്തി, മലക്കുകളോട്, ഇസ്ജുദു, സുജൂദ് ചെയ്യുവീൻ, ലി ആദമ, ആദമിന്, ഫസജദു, എന്നിട്ടവർ സുജൂദ് ചെയ്തു, ഇല്ലാ ഇബ്ലീസ, ഇബ്ലീസ് ഒഴികെ, അബ, അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ, അവൻ അഹംഭാവം നടിക്കുകയും ചെയ്തു, വകാന, അവനായിരുന്നു, മിനൽ കാഫിരീൻ, അവിശ്വാസികളിൽപ്പെട്ടവൻ. അപ്പോൾ സഹോദരങ്ങളെ, ഈ ആയത്തിന്റെ അർത്ഥം, നിങ്ങൾ ആദമിന് സുജൂദ് ചെയ്യുവീൻ എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം, എന്നിട്ട് അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ, അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു, അവൻ അവിശ്വാസികളിൽപ്പെട്ടവനാകുന്നു എന്നാണ്. ഇവിടെ ഈ 34-ാമത്തെ ആയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് സുജൂദുമായി ബന്ധപ്പെട്ട്, അതായത് ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യുവാൻ കൽപ്പിക്കപ്പെട്ട ഈ സുജൂദ് അത് ഏത് തരത്തിലുള്ളതായിരുന്നു എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, സുജൂദ് എന്ന് പറയുന്നത് അത് 2 രൂപത്തിലുണ്ട്. ഒന്നാമത്തേത് സുജൂദുൽ ഇബാദയാണ്, അതായത് ആരാധനയുടെ സുജൂദാണ്. ബഹുമാനവും താഴ്മയും കാണിച്ചുകൊണ്ട്, ആരാധ്യന് കീഴൊതുക്കം പ്രകടിപ്പിച്ചുകൊണ്ട്, തല കുനിച്ച് മുഖം നിലത്തുവെച്ച് ചെയ്യുന്ന സുജൂദ്. നമ്മൾ നമസ്കാരത്തിലൊക്കെ നിർവഹിക്കുന്ന, നമ്മുടെ മതത്തിന്റെ സാങ്കേതിക ഭാഷയിൽ അറിയപ്പെടുന്ന സുജൂദാണിത്. നമ്മൾ നിർവഹിക്കുന്ന ശാരീരികമായ ആരാധനാ കർമ്മങ്ങളിൽ വെച്ച് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന ഒരു ആരാധനയാണ് ഈ സുജൂദ്, സുജൂദുൽ ഇബാദ. ഇത് യാതൊരു കാരണവശാലും സഹോദരങ്ങളെ അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുവാൻ പാടുള്ളതല്ല. മലക്കുകളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചത് ഈ ഇനത്തിൽപ്പെട്ട സുജൂദ് അല്ല എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി കൽപ്പിച്ചത് ഏത് ഇനത്തിൽപ്പെട്ടതാണ്? അത് 2ാമത്തെ ഇനത്തിൽപ്പെട്ടതാണ്. അത് സുജൂദ് തഹിയ്യ, അതായത് അഭിവാദനത്തിന്റെ സുജൂദാണ്. സുജൂദ് തഹിയ്യ, ആദരവിന്റെ സുജൂദ് എന്ന അർത്ഥം വരുന്ന സുജൂദുൽ തഅ്ലീം എന്നും പണ്ഡിതന്മാർ ഈ സുജൂദിനെ കുറിച്ച് പറയാറുണ്ട്. ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള ശരീഅത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പുള്ള മതനിയമത്തിൽ ഈ സുജൂദ് അനുവദനീയമായിരുന്നു. ഇത് ഒരു ആരാധനയുടെ സുജൂദായിരുന്നില്ല. പക്ഷേ അതിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന
അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ഗൗരവമായി ഒരു ആപത്തിലേക്ക് അത് എത്തിക്കുമെന്നുള്ളത് കൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിൽ ഈ രൂപത്തിലുള്ള ആദരവിന്റെയും അഭിവാദനത്തിന്റെയും ഒക്കെ സുജൂദ് അത് അള്ളാഹുവിന്റെ സൃഷ്ടികൾ പരസ്പരം പ്രകടിപ്പിക്കുന്നത് അത് ഹറാമാക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്തത്. ഈ രൂപത്തിലുള്ള സുജൂദ് അത് മുൻകാലങ്ങളിൽ അനുവദനീയമായിരുന്നു എന്നതിന്റെ തെളിവാണ് ഒന്നാമത്തേത് മലക്കുകളോട് ആദം നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്യുവാൻ വേണ്ടി പറഞ്ഞ ഈ സംഭവം. അതുപോലെ തന്നെ സഹോദരങ്ങളെ, യൂസഫ് നബി അലൈഹിസ്സലാമയുമായി ബന്ധപ്പെട്ട സംഭവം. ആരാ സഹോദരങ്ങളെ ഈ യൂസഫ് നബി അലൈഹിസ്സലാം? ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് മാന്യന്റെ മകനായ മാന്യൻ എന്നാണ്. അതായത് ഇബ്രാഹിം അലൈഹിസ്സലാമയുടെ മകനായ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാമയുടെ മകനായ യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മകനായ യൂസഫ് എന്നാണ് സഹോദരങ്ങളെ. ഈ യൂസഫ് നബി അലൈഹിസ്സലാമയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ഫലസ്തീനിൽ നിന്ന് ഈജിപ്തിൽ വന്നപ്പോൾ അവർ യൂസഫ് അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്ത സംഭവം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്. അതെന്താ ആ സംഭവം? തന്റെ കുട്ടിക്കാലത്ത് യൂസഫ് നബി അലൈഹിസ്സലാം ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നത്തെക്കുറിച്ച് തന്റെ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാമിയോട് യൂസഫ് നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ യൂസഫിലെ 4-ാമത്തെ ആയത്തിൽ അത് പറയുന്നുണ്ട്. യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമറ റഅയ്തുഹും ലീ സാജിദീൻ. എന്റെ പിതാവേ, 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും എനിക്ക് സുജൂദ് ചെയ്യുന്നതായി ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു എന്നാണ്. ഇവിടെ യൂസഫ് നബി അലൈഹിസ്സലാം കണ്ട സ്വപ്നത്തിലെ 11 നക്ഷത്രങ്ങൾ അത് അദ്ദേഹത്തിനുണ്ടായിരുന്ന 11 സഹോദരന്മാരാണ് എന്നും അദ്ദേഹം സ്വപ്നത്തിൽ കണ്ട സൂര്യനും ചന്ദ്രനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണ് എന്നും നമ്മൾ കേട്ടു പഠിച്ചിട്ടുള്ള ചരിത്രമാണ് സഹോദരങ്ങളെ. ഇവരെല്ലാം ഒരു ദിവസം യൂസഫ് നബി അലൈഹിസ്സലാമയുടെ മുമ്പിൽ തലകുനിക്കേണ്ടി വരുമെന്നതായിരുന്നു ആ സ്വപ്നത്തിന്റെ പൊരുൾ. ഇവിടെ യൂസഫ് നബി അലൈഹിസ്സലാമ കണ്ട ആ സ്വപ്നം അത് പുലരുന്നത് എപ്പോഴാ സഹോദരങ്ങളെ? നമുക്കെല്ലാം അറിയാം ആ ചരിത്രം. യൂസഫ് നബി അലൈഹിസ്സലാമയോടുള്ള അസൂയ കാരണം സ്വന്തം സഹോദരന്മാർ അദ്ദേഹത്തെ ഒരു കിണറ്റിൽ കൊണ്ടുപോയി ഇടുന്നതും പിന്നീട് ഒരു യാത്രാസംഘം യൂസഫ് നബി അലൈഹിസ്സലാമിയെ രക്ഷപ്പെടുത്തുകയും അവർ ഈജിപ്തിൽ പോയി അദ്ദേഹത്തെ വിൽക്കുകയും ചെയ്ത സംഭവം നമ്മൾ പഠിച്ചിട്ടുള്ള വിഷയമാണ്. വളരെ സുദീർഘമായ ഒരു ചരിത്രമാണ് അത്. പിന്നീട് അദ്ദേഹത്തിന് അള്ളാഹു ഈജിപ്തിൽ അധികാരം കൊടുക്കുകയാണ്. ഈ സമയത്താണ് വരൾച്ച കാരണം തന്റെ സഹോദരങ്ങൾ ഈജിപ്തിലേക്ക് വരുന്നതും സഹായം ആവശ്യപ്പെടുന്നതും. അങ്ങനെ അവിടെ നടന്ന ചില സംഭവങ്ങൾ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളെയും ഈജിപ്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായ ചരിത്രം വളരെ സുദീർഘമായ ഒരു ചരിത്രമാണ്. അതിലേക്ക് വിശദമായി കൊണ്ട് കടക്കുന്നില്ല. പക്ഷെ സഹോദരങ്ങളെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുന്നില്ല എങ്കിലും അതിന്റെ പര്യവസാനം എന്താണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലേ? അതിന്റെ അവസാനം യൂസഫ് നബി അലൈഹിസ്സലാമിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളുമൊക്കെ ഈജിപ്തിലേക്ക് വരികയാണ്. അവിടെ ഈജിപ്തിലെത്തിയ യൂസഫ് നബി അലൈഹിസ്സലാമിയുടെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്താണ് ചെയ്തത്? പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ യൂസഫിലെ 100-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വറഫഅ അബവൈഹി അലൽ അർശി വഖറൂ ലഹു സുജ്ജദാ. അദ്ദേഹം തന്റെ മാതാപിതാക്കളെ രാജപീഠത്തിന്മേൽ കയറ്റിയിരുത്തി അവർ അദ്ദേഹത്തിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നവരായി കൊണ്ട് വീണു എന്നാണ്. എന്നിട്ട് യൂസഫ് നബി അലൈഹിസ്സലാമെ പറയുകയാണ്, എന്റെ പിതാവേ, മുമ്പ് ഞാൻ കണ്ട സ്വപ്നമിതാ പുലർന്നിരിക്കുകയാണ്. എന്റെ രക്ഷിതാവ് അതൊരു യാഥാർത്ഥ്യമാക്കി തീർത്തിരിക്കുകയാണ് എന്ന്. സഹോദരങ്ങളെ, ഇവിടെ യൂസഫ് നബി അലൈഹിസ്സലാമക്ക് സുജൂദ് ചെയ്തു എന്ന് പറയുന്നത് അത് തലകുനിച്ചുകൊണ്ടും ദേഹം കൊണ്ട് കുനിഞ്ഞുമൊക്കെ അക്കാലത്ത് പതിവുണ്ടായിരുന്ന ഒരു ഉപചാരമാണ്. അതൊരു ആരാധനയുടെ സുജൂദായിരുന്നില്ല, മറിച്ച് അത് സുജൂദു തഹിയ്യയാണ്. അതായത് അഭിവാദനത്തിന്റെ സുജൂദാണ്. ഇതുപോലെ ഭാഷാർത്ഥത്തിൽ ഉള്ള ഒരു തരം സുജൂദായിരുന്നു സഹോദരങ്ങളെ മലക്കുകൾ ആദം നബി അലൈഹിസ്സലാമക്ക് ചെയ്തത്. ഇവിടെ ഒന്നാമത് പറഞ്ഞ സുജൂദ്, അതായത് ആരാധനയുടെ സുജൂദ്, അത് യാതൊരു കാരണവശാലും അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കുവാൻ പാടുള്ളതല്ല. ഈ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള സമൂഹത്തിന്റെ ശരീഅത്തിലും ഒരു വ്യത്യാസവും ഉണ്ടായിരുന്നില്ല. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പും അത് അള്ളാഹു അല്ലാത്തവർക്ക് അർപ്പിക്കൽ അത് നിഷിദ്ധമായിരുന്നു. എന്നാൽ രണ്ടാമത് പറഞ്ഞ സുജൂദ് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പുള്ള ശരീഅത്തിൽ അത് അനുവദനീയമായിരുന്നു. എന്താണ് അതിനുള്ള തെളിവ്? ഇബ്നു കസീർ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ വളരെ അറിയപ്പെടുന്ന ഒരു ഹദീസ് ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ ഉദ്ധരിക്കുന്നുണ്ട്. അതെന്താണ്? ഒരിക്കൽ മുആദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നുകൊണ്ട്
അദ്ദേഹം ഷാമിൽ കണ്ട ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക. എന്താ സംഭവം? ഷാമുകാർ അവരുടെ പുരോഹിതന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഒക്കെ അരികിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ആദരവിന്റെ പ്രണാമം അർപ്പിക്കുന്നുണ്ട്, സുജൂദ് അർപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകരെ, താങ്കളാണ് അവരെക്കാൾ ഈ ആദരവിനും പ്രണാമത്തിനുമൊക്കെ അർഹനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുക. അന്നേരം ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മറുപടി കൊടുക്കുകയാണ്, ലാ, അങ്ങനെയല്ല. ലൗ കുന്തു ആമിറൻ ബശറൻ അൻ യസ്ജുദ ലിബശരിൻ, ഞാനൊരു മനുഷ്യനോട് മറ്റൊരു മനുഷ്യന് സുജൂദ് ചെയ്യുവാൻ കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ലഅമർതുൽ മർഅത അൻ തസ്ജുദ ലിസൗജിഹാ, ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവിന് സുജൂദ് ചെയ്യുവാൻ ഞങ്ങൾ കൽപ്പിക്കുമായിരുന്നു. എന്തുകൊണ്ട്? മിൻ ഇളമി ഹഖ്ഖിഹി അലൈഹാ, അവളുടെ ഭർത്താവിനോടുള്ള കടമയുടെ മഹത്വം കാരണത്താൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുക. ഇബ്നു കസീർ റഹിമഹുല്ലാഹ് ഈ ആയത്തിൽ ഉദ്ധരിച്ച ഈ ഹദീസ് അത് ഇമാം അഹ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിലും ഇമാം തൊബറാനി അദ്ദേഹത്തിന്റെ മുഅജമുൽ ഖബീറിലും ഒക്കെ ഉദ്ധരിച്ച ഹദീസാ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സുജൂദ് അത് ആരാധനയുടെ സുജൂദല്ല സഹോദരങ്ങളെ, മറിച്ച് അത് സുജൂദു തഅ്ലീമാണ്, ആദരവിന്റെ സുജൂദാണ്. പക്ഷേ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ശരീഅത്തിൽ അള്ളാഹു ഹറാമാക്കിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. പ്രവാചകന്മാരിൽ ഓരോ വിഭാഗത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ ശരീഅത്താണ് നൽകിയിട്ടുള്ളത് എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന കാര്യമാണ്. ലികുല്ലി ജഅൽനാ മിൻകും ശിർഅതൻ വ മിൻഹാജ, നിങ്ങളിൽ ഓരോ വിഭാഗത്തിനും ഓരോ നിയമക്രമവും കർമ്മമാർഗവും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു എന്ന് സൂറത്തുൽ മാഇദയിലെ 48-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സഹോദരങ്ങളെ, ചുരുക്കത്തിൽ ആദം നബി അലൈഹിസ്സലാമക്ക് മലക്കുകളോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ സുജൂദ് ആരാധനയുടെ സുജൂദല്ല, മറിച്ച് ഇവിടെ വിശദീകരിച്ച രൂപത്തിലുള്ള അഭിവാദനത്തിന്റെ ആദരവിന്റെയൊക്കെ രൂപത്തിലുള്ള ഒരു സുജൂദായിരുന്നു അത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് മനസ്സിലാക്കേണ്ട തുടർന്നുള്ള കാര്യങ്ങൾ അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.